നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ആസ്പിരൻസിനും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18 ജൂൺ 2021 UPSC പെർസെപ്ഷനിലെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാർത്തകളാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. എ ജുഡീഷ്യൽ പുഷ് ബാക്ക് ടു എ ഡ്രാക്കോണിയൻ ലീഗൽ റിജീം. ഫസ്റ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് അൺലോഫുൾ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട് 1967 ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിളിൽ പറഞ്ഞ ആൾ എഡിറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ എന്നുള്ളത് തന്നെ മോസ്റ്റ് അബ്യൂസ്ഡ് ലോ ആയിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണക്കാക്കുന്നത്. അതിൽ സെക്ഷൻ 43D പ്രകാരം. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലോ ശരിക്കും ഉപയോഗിക്കുന്നത് ആർക്കെതിരെ വെച്ചാൽ ആരെങ്കിലും ടെററിസോ അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഇതിൻ്റെ സെക്ഷൻ 43D പറയുന്നത് പ്രിവെൻറ്റ് ദ അക്യൂസ്ഡ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ. ഒരിക്കലും അയാൾക്ക് ജാമ്യം കിട്ടാത്ത രീതിയിലാണ് ഇവർ അറസ്റ്റ് ചെയ്യുക. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഗവൺമെൻറ്റിനെതിരെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ അവർ ഈ ആക്ട് പ്രകാരം ഇവർ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു പോലീസ് ഓഫീസർ ഒരു റിപ്പോർട്ട് ഇന്ന രീതിയിൽ ഇന്ന ആക്ടിൻ്റെ കീഴിലാണ് ഒരാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ ഒരിക്കലും ബെയിൽ കൊടുത്ത്, അതായത് ബെയിലിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല, ജാമ്യത്തിൽ അയാൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗവൺമെൻറ്റിനെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തുന്നവരെയാണ് ഇപ്പോൾ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്യൂസ് കൂടെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ UAPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട്, അതിൻ്റെ ചാപ്റ്റർ 4ലും 6ലും എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. എന്നാലും നമുക്ക് 43D എന്താ സെക്ഷൻ 43D എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. ചാപ്റ്റർ 4ൽ പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റീനെ കുറിച്ചാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. 15ാമത്തെ പോയിന്റ് പറയുന്ന ടെററിസ്റ്റ് ആക്ടിന് വേണ്ടിയുള്ള എഗെയിൻസ്റ്റുള്ള പണിഷ്മെൻ്റ് ആണ്. 16ൽ പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ ടെററിസ്റ്റ് ആക്ട്. 17 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ റേസിംഗ് ഫണ്ട് ഫോർ ടെററിസ്റ്റ് ആക്ട്. ഓക്കെ, 18 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ കോൺസ്പിറൻസി മെയ്ഡ് ബൈ ടെററിസ്റ്റ് ആക്ട്. ടെററിസ്റ്റ് ആക്ടുകാർ ഉണ്ടാകുന്ന കോൺസ്പിറൻസി ആരെങ്കിലും പരത്തുവാണെങ്കിൽ അതിനുണ്ടാവുന്ന പണിഷ്മെൻറ്റ്. അതുപോലെ പണിഷ്മെൻറ്റ് ഫോർ ഓർഗനൈസിങ് ടെററിസ്റ്റ് ക്യാമ്പ്, അതാണ് 18 പറയുന്നത്. 18 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ റിക്രൂട്ടിങ് എനി പേഴ്സൺ ഓർ എ പേഴ്സൺ ഫോർ ടെററിസ്റ്റ് ആക്ട്. ആരെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്കുള്ള പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് ഫോർ ഹാർബറിങ്. പണിഷ്മെൻറ്റ് ഫോർ ബീയിങ് മെമ്പർ ഓഫ് ടെററിസ്റ്റ് ഗ്യാങ്, അങ്ങനെ ആയാലും ഗ്യാങ്ങിൽ മെമ്പറായുള്ള പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് ഫോർ ഹോൾഡിംഗ് പ്രൊസീജിയർ ഓഫ് ടെററിസം. പണിഷ്മെൻറ്റ് ഓഫ് ത്രെറ്റനിങ് വിറ്റ്നസ്, സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉപദ്രവിച്ച് അവരുടെ എതിരെയുള്ള പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് ഫോർ കമ്പനീസ് സപ്പോർട്ടിംഗ് ടെററിസം. പണിഷ്മെൻറ്റ് ബൈ സൊസൈറ്റീസ് ഓർ ട്രസ്റ്റ് സപ്പോർട്ടിംഗ് ടെററിസം. പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസ് ബൈ കമ്പനീസ് ഓർ സെക്ടർ സൊസൈറ്റി ഓർ ട്രസ്റ്റ്, അതിൽ എൻഹാൻസ് പെനാൽറ്റി. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അതായത് ഓരോ ഈ ടെററിസ്റ്റ് ആക്ടിലുള്ള ഓരോ തെറ്റിനും ഓരോ പണിഷ്മെൻറ്റാണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിൽ. ഇതാണ് ചാപ്റ്റർ 4ൽ പറയുന്നത്. ചാപ്റ്റർ 6 പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓർഗനൈസേഷൻ ഇൻഡിവിജ്വൽസിന് വേണ്ടിയുള്ള പണിഷ്മെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, മറ്റേ ആക്ടിവിറ്റീസിനെ കുറിച്ചായിരുന്നു. ഓക്കെ, ഒരു ഷെഡ്യൂൾ 4 എന്നൊരു ഷെഡ്യൂളുണ്ട്. ഒരു ഷെഡ്യൂൾ 4 പ്രകാരം നമ്മൾ ഒരാളുടെ ആക്ടിവിറ്റി കാരണം അയാളെ നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അമെൻമെൻറ്റ് ഓഫ് ഷെഡ്യൂൾ 4. അതുപോലെ തന്നെ ഡിനോട്ടിഫിക്കേഷൻ ഓഫ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ, റിവ്യൂ കമ്മിറ്റീസ്, offense related to membership of terrorist organization, offense relating to support giving to terrorist organization, offense for raising fund for a terrorist organization. ഈ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 6ഉം പറയുന്നത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഇൻഡിവിജ്വലിനോ എതിരെയുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ അത്രയും ഓർത്തിരുന്നാൽ മതി, ഇത് ഓരോന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ആക്ടിൻ്റെ 43D ക്ലോസ് 5 ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചാപ്റ്റർ 4ൻ്റെ കേസിലോ 6ൻ്റെ കേസിലോ ചാപ്റ്റർ 4ലോ 6ലോ പറയുന്ന രീതിയിലാണ് അവരെ പണിഷ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഒഫൻസാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും ബെയിൽ കിട്ടില്ല, ജാമ്യം കിട്ടില്ല. പക്ഷേ ഇതിൽ ക്ലോസ് 5ൽ ഒരു പ്രത്യേക പോയിന്റ് വരുന്നുണ്ട്. അതായത് ഒരു പേഴ്സൺ അയാളൊരു പണിഷബിൾ ഒഫൻസ് ആണ്, അതായത് ചാപ്റ്റർ 4ൻ്റെ 6ൻ്റെ കേസിൽ അയാൾ അകത്ത് പോയെന്ന് വിചാരിക്കുക. ഓക്കെ, കസ്റ്റഡിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ വേണമെങ്കിൽ ബെയിൽ റിലീസ് ചെയ്യാം. എപ്പോൾ അയാൾ ആദ്യം റിലീസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ കേട്ടതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാസ് ബീൻ ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് റിലീസ്. ഓക്കെ, അത് കേട്ടതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് തീരുമാനിക്കാം ഇയാളെ ജാമ്യത്തിൽ വിടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് 43 ക്ലോസ് 5ൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. അതായത് സെക്ഷൻ 173 പ്രകാരമാണ് ഒരു പോലീസ് ഓഫീസർ ഒരു റിപ്പോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ അക്യൂസ്ഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യം ശരിയാണോ അല്ലയോ എന്നുള്ള പോലീസ് റിപ്പോർട്ടറിൻ്റെ
എന്താ പറയുക, പോലീസ് റിപ്പോർട്ട് അനുസരിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ തീരുമാനം എടുക്കുക. പോലീസ് റിപ്പോർട്ടർ പറയുന്ന തെളിവെല്ലാം പ്രകാരം അയാൾ കുറ്റകൃത്യകാരനാണെന്ന് തോന്നുവാണെങ്കിൽ ഒരിക്കലും പബ്ലിക് പ്രോസിക്യൂട്ടർ അവർക്ക് ജാമ്യം കൊടുക്കില്ല. അപ്പോൾ അവിടെ അക്യൂസ്ഡ് ചെയ്യപ്പെട്ട ആളുടെ റൈറ്റ്സിനെ ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ വേണമെങ്കിൽ നമുക്ക് ജയിലിലടക്കാവുന്നതാണ്. സോ അങ്ങനത്തെ ഒരു കേസിലേക്ക് ഇത് പോയിരിക്കുകയാണ്. ഓക്കെ, സോ 43 Clause 5 പ്രശ്നം ഇത് തന്നെയാണ്. ഒരിക്കലും ജാമ്യം കിട്ടാതിരിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നിട്ടുണ്ടാവും, ഇങ്ങനെയൊരു, അതായത് ഇത്തരം ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബെയിൽ കൊടുക്കേണ്ടത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? വൈ ഗ്രാൻഡിങ് ബെയിൽ ബിക്കം ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തെന്നിരിക്കുക. ഓക്കെ, സോ ഇയാളുടെ പേരിലുള്ള ആ ക്രിമിനൽ കേസിൻ്റെ ട്രയൽ ദാറ്റ് കണ്ടിന്യൂസ് ഫോർ ഇയേഴ്സ്. നമ്മുടെ ഇവിടുത്തെ അഡ്വേഴ്സറിയൽ സിസ്റ്റം വളരെ ലോങ് ആണ്. അതായത് ഈ കേസ് ഉണ്ടാവുന്നു, പോലീസ് ഓഫീസേഴ്സാണ് അത് അന്വേഷിക്കുന്നത്. ജഡ്ജ് ഒരിക്കലും ഡയറക്റ്റായിട്ട് അന്വേഷിക്കുന്നില്ല. പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കുന്ന അത്രയും നാൾ അയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. സോ കേസൊക്കെ അന്വേഷിച്ച അവസാനം തെളിവൊക്കെ ഏറ്റ അവസാനം ജഡ്ജിൻ്റെ അടുത്തേക്ക് എത്തുന്ന അത്രയും നാൾ, അപ്പോൾ അത്രയും നാൾ അയാൾ അണ്ടർ ട്രയലായിരിക്കും. ട്രയലിൻ്റെ ബേസ് ചെയ്ത് അയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ അവസാനം ജഡ്ജിൻ്റെ ക്രിമിനൽ വാദവും പ്രതിവാദവും എല്ലാം കേട്ട് കേസൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ വർഷങ്ങളെടുക്കും. സോ അത്രയും വർഷം ജയിലിലിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ സാധാരണ ഒരു ആണ് അറസ്റ്റ് ആവുന്നതെങ്കിൽ, ഈ ഒരു കേസിൽ സാധാരണ കേസിൽ ഒരാൾ അറസ്റ്റ് ആവണമെങ്കിൽ അയാൾക്ക് റൈറ്റ് ടു ബെയിലിനൊരു സംഭവമുണ്ട്. സോ ദാറ്റ് ഈസ് ഓൺലി സേഫ് ഗാർഡ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു ലിബർട്ടി. ഓക്കെ, ജീവിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് റൈറ്റ് ടു ബെയിൽ എന്നുള്ളത്. അറസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അണ്ടർ ട്രയൽ ഒരാൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാം എന്നുള്ളത്. നമ്മൾ പല കേസുകളിലും ഇപ്പോഴും ട്രയൽ നടക്കുന്നുണ്ടെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആൾക്കാർ, ഇപ്പോൾ നമുക്ക് നടൻ ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് പേര് ജാമ്യത്തിൽ പുറത്തിറങ്ങിയവരുണ്ട്. ഓക്കെ, സോ അങ്ങനെ ട്രയൽ നടക്കുമ്പോഴും ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ ഒരാളത്ത് പോയാൽ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ അതെന്താ കാര്യം? കാരണം നമ്മൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് UAPA കീഴിലാണ്. ദിസ് കേസ് രജിസ്റ്റേർഡ് അണ്ടർ UAPA സെക്ഷൻ 43D Clause 5 വ്യക്തമായി പറയുന്നുണ്ട്, The court to consider investigation report submitted by police officer only. പോലീസ് ഓഫീസർ സബ്മിറ്റ് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മാത്രമേ കോർട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. സോ ദർ ഇസ് നോ ക്രോസ് എക്സാമിനേഷൻ. അവിടെ ആ പോലീസ് ഓഫീസർ പറഞ്ഞ സത്യമാണോ പോലും അവിടെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതൊരു വൺ സൈഡഡ് അൺചലഞ്ചഡ് റിപ്പോർട്ടായി മാറുകയാണ്. ഓക്കെ, ദാറ്റ് അഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ലോ ആൻഡ് ഇറ്റ് ഹാസ് എബിലിറ്റി ടു ഡിനൈ ഫ്രീഡം ഓഫ് അണ്ടർ ട്രയൽ ഫോർ ഇയേഴ്സ്. ആ അണ്ടർ ട്രയൽ ഉള്ള ആളുടെ സ്വാതന്ത്ര്യം വർഷങ്ങളോളം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ബെയിലുള്ള ഒരാൾക്ക്, ഇങ്ങനത്തെ ഒരാളുടെ ഈ സിറ്റുവേഷനിൽ അറസ്റ്റ് ചെയ്ത ആളുടെ ബെയിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തി. ഓക്കെ, സോ ഈ കേസ് ഡൽഹി ഹൈക്കോടതിയിലെത്തിയപ്പോഴത്തേക്കും കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നോക്കാം. ഇനീഷ്യൽ ബേർഡൻ ടു പ്രൂവ് ഗിൽറ്റ് ലൈസ് ഓൺ ദ പ്രോസിക്യൂഷൻ ഈസ് ഓൺ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ക്രിമിനലായ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഏത് കേസിൻ്റെ കീഴിലാണ് വരുന്നത്, അതായത് അത് ടെററിസം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ചാർജ്ഡ് വിത്ത് സ്പെസിഫിക് ക്രിമിനൽ ഒഫൻസ്. ഓക്കെ, അങ്ങനെ ഒരു ബേസ് ചെയ്ത ഒരാൾ ക്രിമിനൽ ഒഫൻസ്, അതായത് ഒരു ടെററിസം റിലേറ്റഡ് ആയ ഒരു ക്രിമിനൽ ഒഫൻസ് ബേസ് ചെയ്യാൻ അതൊരു സംശയാസ്പദമായ രീതിയിലാവരുത്. നല്ല ഉറപ്പോടെ മാത്രമേ ആ ഒരു സ്പെസിഫിക് ക്രിമിനൽ ഒഫൻസിൻ്റെ കീഴിൽ വരുത്താൻ പാടുള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് UAPA മസ്റ്റ് ബി ലിമിറ്റഡ് ടു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായി നമുക്കൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ് 4 ക്ലാസ് 6 സെക്ഷൻ 15 മുതൽ താഴത്തേക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ സെക്ഷൻ 15 ടെററിസ്റ്റ് ആക്ട് അത് ഏതെങ്കിലും ബന്ധപ്പെട്ടാണെങ്കിൽ മാത്രമേ UAPA അണ്ടറിൽ കൊണ്ടുവരാൻ പാടുകയുള്ളൂ. ദ ടേം ടെററിസം ഷുഡ് നോട്ട് ബി യൂസ്ഡ് ലൂസ്ലി. വെറുതെ എല്ലാത്തിനെയും പിടിച്ച് ടെററിസം, അത് അനങ്ങിയാലും തിരിഞ്ഞാലൊക്കെ അതൊക്കെ ടെററിസം ആണെന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കോർട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഒരു UAPA പ്രൊവിഷൻ്റെ അടിയിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോലീസ് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, പോലീസ് റിപ്പോർട്ട് മസ്റ്റ് റിവീൽ ദ ഫാക്ച്വൽ, അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന ഫാക്ച്വൽ എന്തൊക്കെയായിരുന്നു, അതുപോലെ ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത് എന്നും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, പോലീസ് റിപ്പോർട്ടിൽ. അല്ലാതെ അതൊരു വേഗമായി മാറരുത്, വേഗം തന്നെ ഒരു അവ്യക്തമായ റിപ്പോർട്ടായിട്ട് മാറരുത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഇതെന്തായാലും വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, ടെററിസ്റ്റ് ആക്ട് ഏതാണ് നടന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ സ്പെസിഫിക് ആയ ഐഡിയ വേണം. പിന്നെ ഇൻഫറൻസ് ഓർ ഹൈപ്പോത്തസിസ് ഡ്രോൺ ബൈ പോലീസ് കൊണ്ടുവരുന്ന ഇൻഫറൻസും കാര്യങ്ങളും ഡു നോട്ട് കൗണ്ട് അറ്റ് എ ടൈം ഫോർ ഗ്രാൻഡിങ് ബെയിൽ. ബെയിലിന് മുന്നിൽ പോലീസ് പറയുന്ന കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ടേ തീരുമാനമെടുക്കാൻ പാടുകയുള്ളൂ. അതുപോലെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ഡിസെൻറ്റ് ഫോംസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ്. ഒരു നാട്ടിൽ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉള്ളതൊക്കെ ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 19 Clause 1 പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച്
ഓക്കെ, അപ്പോൾ അതൊന്നും ഒരിക്കലും ടെററിസ്റ്റ് ആക്ടിവിറ്റിയുടെ കീഴിൽ വരുത്തരുത് എന്നും ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട്. 19 Clause 2 പ്രകാരം റീജിയണൽ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്ഹുഡിനെ തകരാറുന്ന രീതിയിൽ അവരുതെന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഒരാളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനൊന്നും ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടുകയില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2019 GS3 റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, Indian government has recently strengthened the anti-terrorism law by amending UAPA Act and NIA Act. UAPA Act NIA Act മാറ്റം വരുത്തിയിട്ട് ആൻറ്റി ടെററിസം ലോ കൂടുതൽ സ്ട്രെങ്ത് ചെയ്തിരുന്നു. Analyze the changes in the context of prevailing security environment. While discussing the scope and reason for opposing the UAPA by Human Rights Organization. എന്തുകൊണ്ടാണ് UAPA ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ഓപ്പോസ് ചെയ്യുന്നതെന്നും കൂടി ഇതിൽ പറയാൻ. ഓക്കെ, സോ അത് നമ്മുടെ സെക്യൂർ എൻവയോൺമെൻറ്റ് എത്രത്തോളം സഹായകമാണ് ഈ ചേഞ്ച് എന്ന് അനലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 15 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു, 250 വേർഡ്സിൽ എഴുതേണ്ടത്. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തായാലും നമുക്ക് മെയിൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മാർച്ച് മാസം പേപ്പറുകളിൽ UAPA റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാർച്ച് മാസത്തെ ഏതെങ്കിലും മാഗസീൻ, റാവൂസിൻ്റെയോ ഫോക്കസ് മാഗസീൻ, ഏതെങ്കിലും മാഗസീൻ നിങ്ങൾ പഠിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, സോ അടുത്ത ഒരു പേജ് 7 വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന റിക്കവറിങ് ടേക്സ് മോർ ദാൻ റിഫോം. സോ ഇത് COVID-19 ഭാഗമായിട്ട് പറയുന്നൊരു വാർത്തയാണ്. ഔട്ട്ബ്രേക്ക് ഓഫ് COVID-19 ഹാസ് ലെഡ് ടു ട്വിൻ ഷോക്ക്. ഒരു ട്വിൻ ഷോക്ക് എന്നൊരു കണ്ടീഷനിലേക്കാണ് COVID-19 നയിക്കുന്നത്. ഡിമാൻഡ് സൈഡിനെയും ബാധിക്കുന്നുണ്ട്, സപ്ലൈ സൈഡിനെയും ബാധിക്കുന്നുണ്ട്. ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അധികം വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല സാധനം. സോ ലാക്ക് ഓഫ് ഡിമാൻഡ് കുറയാണ് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ ആൾക്കാർക്ക് കൂടുതൽ ഈ പ്രൊഡക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ലാക്ക് ഓഫ് പ്രൊഡക്ഷനും അധികം നടക്കുന്നുമില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ട്വിൻ ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ അടുത്തായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO അവർ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിരുന്നു. റിപ്പോർട്ടിൻ്റെ പേരാണ് പ്രൊഫഷണൽ എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം 2020-21. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ എക്കണോമി ഹാസ് സഫേർഡ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് റിസഷൻ. എക്കണോമി തകരുകയാണ് ചെയ്യുന്നത്. വേഴ്സ്റ്റ് ഫോമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻ ദ ലാസ്റ്റ് 45 years സിൻസ് 1978 മുതൽ, അല്ലെങ്കിൽ 1980 മുതലുള്ള കാലഘട്ടത്തെ വെച്ച് 45 വർഷത്തെ വെച്ചിട്ട് ഏറ്റവും മോശം എക്കണോമിയാണ് ഇപ്പോൾ ഇന്ത്യയെ ഫേസ് ചെയ്യുന്നത്. ഈ എക്കണോമിക് റിസഷനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്കണോമിക് സ്ലോ ഡൗണിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഓതർ 2 ഐഡിയാസാണ് പറയുന്നത്. ഒന്നുകിൽ ഇൻക്രീസ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തേതാണ് അഡോപ്റ്റ് ദ കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി. ഓക്കെ, സോ നമുക്കത് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി എന്ന് വെച്ചാൽ എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ നമുക്ക് നോക്കാം. സോ സൈക്ലിക്കാലിറ്റി ഓഫ് ഫിസിക്കൽ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സസ് ബേസ്ഡ് ഓൺ എക്കണോമിക് കണ്ടീഷൻ. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് ടാക്സസും അപ്പോഴുള്ള എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ സൈക്ലിക്കാലിറ്റി ഓഫ് ഫിസിക്കൽ പോളിസി എന്ന് വിളിക്കുക. സോ ഫിസിക്കൽ സൈക്ലിക് പോളിസി പ്രകാരം 2 തരം രീതിയിലാണ്. പ്രോ എന്നൊരു മെത്തേഡുണ്ട്, പ്രോ സൈക്ലിക്കാലിറ്റി ഉണ്ട്, അതുപോലെ കൗണ്ടർ സൈക്ലിക്കാലിറ്റി ഉണ്ട്. സോ അതെന്താ സംഭവം നമുക്ക് എക്സാമ്പിളോട് കൂടി മനസ്സിലാക്കാം. സോ ആദ്യം കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി എന്താ നോക്കാം. അതായത് ഗവൺമെൻറ് എടുക്കുന്ന സ്റ്റെപ്സ് ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് എക്കണോമിക് സൈക്കിൾ. എക്കണോമി എങ്ങോട്ടാണ് പോകുന്നത് അതിനെ എഗെയിൻസ്റ്റുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് മൂവ് ചെയ്യും. അതായത് ഇപ്പോൾ നാട്ടിൽ റിസഷനാണെന്നിരിക്കുക, സ്ലോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് കുറയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുവഴി എന്ത് പറ്റും, ടാക്സ് റേറ്റ് പറയുമ്പോൾ സാധനങ്ങളുടെ വില പറയും. അപ്പോൾ ആൾക്കാർ കൂടുതൽ വാങ്ങാൻ തീരുമാനിക്കും. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി ഡ്യൂറിങ് ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണെന്നിരിക്കുക, നാണയപ്പെരുപ്പം ഒരുപാട് കൂടുകയെന്നിരിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഒരുപാട് എമൗണ്ട് വരുന്ന കാലമാണെന്നിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് അവിടെ ഉണ്ടാകുന്ന ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് റെഡ്യൂസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും ആൻഡ് ഇൻക്രീസ് ടാക്സ് റേറ്റ് കൂട്ടും ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡെപ്റ്റ്. ഓക്കെ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇനി പ്രോ സൈക്ലിക്കൽ ആണെന്നെങ്കിൽ നമ്മൾ എങ്ങനെ മൂവ് ചെയ്ത് നോക്കാം, ഗവൺമെൻറ് എങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. പ്രോ സൈക്ലിക് ആണെങ്കിൽ ഗവൺമെൻറ് പോളിസി ഈസ് ഇൻ ഡയറക്ഷൻ ഓഫ് ഇക്കണോമിക് സൈക്കിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഗവൺമെൻറ് എക്കണോമിക് സൈക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തിരുന്നത്. പൈസ ഇല്ലാത്തപ്പോൾ ഗവൺമെൻറ് പൈസ ഇടുകയും പൈസ ഉള്ളപ്പോൾ പൈസ കുറയ്ക്കാൻ നോക്കുകയും അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രോ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എക്കണോമിക് സൈക്കിൾ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് എക്കണോമിക് ബൂം, എക്കണോമി വളരെയധികം വളരുമെന്നിരിക്കുക. സോ വളരുന്ന സമയത്ത് ഗവൺമെൻറ് അവിടുത്തെ ടാക്സ് കുറയ്ക്കുന്നു. ഓക്കെ, സോ ടാക്സ് കുറയ്ക്കുന്നു. അങ്ങനെ അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അത് ശരിക്കും അത് ആ സമയത്ത് നടത്തും. അതുപോലെ തന്നെ റിസഷൻ നടക്കുകയാണെങ്കിൽ നടത്തും. അപ്പോൾ പൊതുവെ ഈ ഒരു മെത്തേഡ് അത്ര ശരിയല്ല. ഇത് എപ്പോഴും ഒരു ഡേഞ്ചറസ് ആയ മെത്തേഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അതുപോലെ എക്കണോമിക് വോളറ്റിലിറ്റിയും പിന്നെ അധികമായിട്ടുള്ള വളർച്ചേനെ തടയുകയും അവസാനം മൊത്തത്തിൽ നാശമാവുകയും ചെയ്യും. ഓക്കെ,
സോ അടുത്തത് എന്തൊക്കെയാണ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ ഇനി എക്കണോമിക് തിരിച്ചെടുക്കാൻ വേണ്ടി. സോ അതിനുവേണ്ടി എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്ത് നോക്കാം. ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് ദ നമ്പർ ഓഫ് റീഫോംസ് അണ്ടർ ആത്മനിർഭർ പാക്കേജ്. ആത്മനിർഭർ പാക്കേജിൻ്റെ കീഴിൽ ഒരുപാട് റീഫോംസ് അനൗൺസ് ചെയ്തു. അതുപോലെ ഗവൺമെൻറ് ഹാസ് ലിബറലൈസ്ഡ് FDI നോംസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഡിഫൻസ്, ഇൻഷുറൻസ്, കോൾ മൈനിങ് ഡിഫൻസിലൊന്നും പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവർക്കും ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഗവൺമെൻറ് ഹാസ് കം അപ്പ് വിത്ത് ന്യൂ പോളിസി, സെക്ടർ എൻ്റർപ്രൈസസ് പോളിസി. അതായത് പ്രൈവറ്റൈസേഷൻ ഇൻ സ്ട്രാറ്റജിക് സെക്ടർ ലൈക്ക് അറ്റോമിക് എനർജി, സ്പേസ്, ഡിഫൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ പുതിയ നോൺ പബ്ലിക് സെക്ടറിലൊക്കെ ഇനി മുതൽ പ്രൈവറ്റുകൾക്കും വരാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ എഡിറ്റോറിയൽ ഓതർ വ്യക്തമായി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രീതികളൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ദിസ് റീഫോം മെഷേഴ്സ് മേ നോട്ട് അഡിക്വേറ്റ് ഇനഫ് ടു എൻകറേജ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇതൊന്നും ഇത്രയും ചെയ്താൽ പോരാന്നാണ് പറയുന്നത്. അൺലെസ് ഡിമാൻഡ് പിക്കപ്സ് എഗെയിൻ. പഴയ പോലത്തെ ആ ഡിമാൻഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ വുഡ് ബി ഹെസിസ്റ്റൻറ്റ് ടു എൻഹാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പേടിയായിരിക്കും. ഇപ്പോൾ അതായത് ആൾക്കാർ പണ്ടത്തെ അത്ര ഇപ്പോൾ സാധനം വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല, ഡിമാൻഡ് കുറയാണ് അതുകൊണ്ട്. സോ പഴയ ഡിമാൻഡിലേക്ക് നമ്മൾ തിരിച്ചെത്തിയാൽ മാത്രമേ പ്രൈവറ്റ് സെക്ടേഴ്സ് കൂടുതൽ ഇതിലേക്ക് ധൈര്യത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ അതുപോലെ തന്നെ ഒരു വേ ഫോർവേഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈസ് ടു ഗോ ഫോർ മോർ പബ്ലിക് സ്പെൻഡിങ്. കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുക. അതായത് നമ്മൾ കൗണ്ടർ സൈക്ലിക് ഫിസിക്കൽ പോളിസിയിൽ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു റിസഷൻ്റെ സമയത്ത് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുകയും വേണം, അതുപോലെ എക്സ്പെൻഡിച്ചർ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ കൂട്ടുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഗവൺമെൻറ് നീഡ് നോട്ട് ബി വെറി അബൌട്ട് ഹയർ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇതിന് ശേഷം ഉണ്ടാകുന്ന ഹയർ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. അതുപോലെ ആവശ്യമാണെങ്കിൽ ഗവൺമെൻറ് ഷുഡ് ഈവൺ ഗോ ഫോർ ഡെഫിസിറ്റ് ഫൈനാൻസിങ് വരെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊരിക്കലും ഹയർ ഇൻഫ്ലേഷനിലെ ബാധിക്കുകയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കൂടുതൽ പൈസ വേണമല്ലോ. സോ ധനം കമ്മിയാവുന്നതിനാണ് ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫൈനാൻസ് ഗവൺമെൻറ് എടുക്കണമെന്ന്, അതായത് RBIൻ്റെ നിന്ന് പൈസ വാങ്ങണമെന്ന്. ഓക്കെ, സോ RBIയുടെ നിന്ന് പൈസ എടുത്തിട്ടാണെങ്കിലും മാർക്കറ്റിലേക്ക് സ്പെൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയുള്ള വാർത്ത ഇനി മുന്നത്തെ മാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകളിൽ നമ്മൾ കോമ്പസ് പോലത്തെ മാഗസീൻസൊക്കെ എല്ലാവരും റെഫർ ചെയ്ത് തുടങ്ങും. സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് നമ്പർ 6 വന്നൊരു വാർത്തയാണ്. സയൻസ് റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ്. എ പ്ലേസ് ഫോർ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി ഇൻ ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ. ഇന്ത്യ ഹെൽത്ത് സെക്ടറിൽ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജിക്ക് ഒരു സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ടെക്നോളജിയായ ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ്, ക്ലൗഡ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതുപോലെ ഡാറ്റ അനലൈസിസ്, 5G തുടങ്ങിയതിനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, COVID-19 എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ മാത്രമുള്ള അത്രയും ഒരു കേപ്പബിൾ അല്ല ഇന്ത്യയിലുള്ള ഇപ്പോൾ ഉള്ള ഹെൽത്ത് സെക്ടർ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ. അത്ര അഡ്വാൻസ്മെൻ്റ് ഒന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. സോ അപ്പോൾ അതിനെ ഫേസ് ചെയ്തിട്ട് അപ്പോൾ അതിന് നമ്മൾ നേരിട്ട ഭാഗമായിട്ട് നമുക്ക് പല നേഴ്സസും ഡോക്ടേഴ്സൊക്കെ മരിച്ചു പോകുക വരെ ഉണ്ടായി. ഓക്കെ, സോ ഇനി ഫ്യൂച്ചറിൽ ഇതുപോലത്തെ ഒരു വൈറസ് വന്നാലും അതിനെ നമുക്ക് നേരിടാൻ അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ടെക്നോളജിയെ മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇന്നത്തെ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജികൾക്ക് ഒരു സുപ്പീരിയർ ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. പഴയ കാലത്തെ ടെക്നോളജി പോലെ ഒരു വാഹനം അല്ലെങ്കിൽ ടെലിഫോൺ അങ്ങനത്തെ ഒരു ടെക്നോളജീനേക്കാളും ഒരുപാട് ഉയർന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഓൾസോ അൾട്ടർ ദ വേ ഓഫ് ഓപ്പറേഷൻ ഫോർ കൺസ്യൂമർ ഇൻഡസ്ട്രീസ്, ബിസിനസ് കൺസ്യൂമർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ എല്ലാം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ ഓപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെ ഇത് മാറ്റിക്കളഞ്ഞു. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഇ-കോമേഴ്സ് സെക്ടർ വന്നു, ബിസിനസ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റൈഡ് ഷെയറിങ് ആപ്സ്, ഗൂഗിൾ മാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വഴി നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഇത്ര നാളെ ജീവിച്ചിരുന്നത് ആ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ചൈന പോലത്തെ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഡിസ്ട്രക്റ്റീവ് മെത്തേഡൊക്കെ ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങി. അതായത് അവരെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റൽസിൽ 5G പവേർഡ് ടെമ്പറേച്ചർ മെഷീൻസ് ഉണ്ട്. ഒരാൾ ആശുപത്രിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ടെമ്പറേച്ചർ അതുവഴി മെഷർ ചെയ്യും. അയാൾക്ക് ഹൈ ടെമ്പറേച്ചർ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കും. അതുപോലെ ഹാർട്ട് റേറ്റ് SpO2 അളക്കാൻ റോബോട്ട്സ് അവർക്കുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കേസ് പറയുകയാണെങ്കിൽ ജയ്പൂരിലൊരു ഹോസ്പിറ്റലിൽ ഒരു ട്രയൽ കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടി, ഒരു മെഡിസിൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി, കോവിഡ് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി ഹ്യൂമനോയിഡ് റോബോട്ട്സുകളെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രക്റ്റീവ് ടെക്നോളജി ഹെൽത്ത് സെക്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ പറയുന്നൊരു മെയിനായിട്ടുള്ള ആൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ നമുക്ക് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ചലഞ്ചസ് ഒരുപാടുണ്ട്. അതായത് നമ്മുടെ ഒരാളുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് പലതും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ ഹെൽത്ത് റെക്കോർഡ്സ് പലതും ഒരു യൂണിവേഴ്സലായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ
നമുക്കത് പല രീതിയിൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് അയാൾ ഇതിനു മുന്നേ വേറെ ഹോസ്പിറ്റലാണ് പോയതെങ്കിൽ പോലും അയാളുടെ പേരടിച്ചു കൊടുത്താൽ അയാളുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അയാൾ ഇതിനു മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് കണ്ടീഷൻ എന്തായിരുന്നു, എന്ത് അസുഖത്തിനുള്ള എന്തൊക്കെ മരുന്നാണ് കഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് ഇൻഡെക്ട് ഹിസ്റ്ററി ഓഫ് ഓൾ മെഡിക്കൽ ഡാറ്റ, എല്ലാ മെഡിക്കൽ ഡാറ്റ എൻ്റെ ഹിസ്റ്ററി മൊത്തം കിട്ടും, ഇൻക്ലൂഡിങ് ഫോറിൻ മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ ഹെൽത്ത് ഡാറ്റ ഫ്രം മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് വെയറബിൾ സെൻസർ. ഇപ്പോൾ നമ്മളൊരു സ്മാർട്ട് വാച്ച് ഇട്ടുണ്ട്, സോ അതിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എപ്പോഴും അളക്കുന്നുണ്ട്. സോ അതിൻ്റെ ബേസ് ചെയ്ത് നമ്മുടെ ഹാർട്ട് റേറ്റിന് വലിയ വേരിയേഷൻ എപ്പോഴും കാണിയിട്ടുണ്ടോ, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഓൾസോ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സെക്യൂർ നെറ്റ്വർക്ക്. ഇത് വളരെ സെക്യൂർ നെറ്റ്വർക്കിലായിരിക്കണം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, ഒത്തൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ. സോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ അറ്റൻഷൻ എല്ലാം കൊടുക്കാൻ ഇത് സഹായകമാകും. ഓക്കെ, സോ അടുത്തതാണ് ബിഗ് ഡാറ്റ അനാലിസിസ്. ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇംപ്രൂവ് പേഷ്യൻറ്റ് ബേസ്ഡ് സർവീസസ്. അതായത് ഏർലി ഡിസീസ് ഡിറ്റക്ഷൻ, പെട്ടെന്ന് ഒരു രോഗം ഒരാൾക്ക് വരുന്നുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഹെൽപ്പ് ഹോസ്പിറ്റൽ ടു പ്രൊവൈഡ് ബെസ്റ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇപ്പോൾ ഒരിടത്ത് ഒരു വലിയ അസുഖം വരുവാണ്, സോ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽസിന് നേരത്തെ റെഡിയാക്കാൻ പറ്റും അറ്റ് ലീസ്റ്റ് കോസ്റ്റ്. ആൻഡ് പ്രൊവൈഡ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇൻ ഓൾ സെക്ടേഴ്സ് ആൻഡ് ഫോസ്റ്റർ കോമ്പറ്റീഷൻസ്. അത് രീതിയിൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഇൻ്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സിൻ്റെയും ഗുണം നോക്കാം നമുക്ക്. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും സോഫ്റ്റ്വെയറും ഹെൽത്ത് സിസ്റ്റവും എല്ലാം കണക്ട് ചെയ്യാൻ പോവാണ്. കണക്റ്റഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഓഫ് മെഡിക്കൽ ഡിവൈസസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഓഫ് സർവീസസ് ആൻഡ് ഇറ്റ്സ് ഷേപ്പിംഗ് ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ. സോ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി നടക്കും. ഓപ്പറേഷൻസ് എല്ലാം റോബോട്ട് നടത്തുന്നതൊക്കെ ഈ ഇൻ്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സിൻ്റെ രീതിയിലാണ്. ഓക്കെ, സോ അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അടുത്താണ് മെഡിക്കൽ ഓട്ടോണോമസ് സിസ്റ്റം. ഇത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇംപ്രൂവ് healthy delivery to greater extent and their application focused on support medical care delivery in dispersed and complex environment. ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷനാണെന്ന് ഇരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മെഡിക്കൽ കെയർ കൊടുക്കണം. ഓക്കെ, സോ ആ ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അപ്പോൾ ഉള്ള ടെക്നോളജി യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പല ക്രിട്ടിക്കൽ കെയർ സിറ്റുവേഷൻ, ഇപ്പോൾ ഓട്ടോണോമസ് ഇൻക്യുബേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കുക. അങ്ങനെയാണ് അയാളുടെ തൊണ്ടയിലൂടെ നമ്മളൊരു പൈപ്പ് ഇട്ടിട്ട് നേരെ ലങ്സിലേക്ക് ഇട്ട് കൊടുക്കും. ലങ്സിലേക്കുള്ള ട്രാക്റ്റ് എന്തെങ്കിലും അടഞ്ഞു പോയതുകൊണ്ടാവാം അയാൾക്ക് ശ്വസിക്കാൻ പറ്റാതെ. സോ പൈപ്പ് ഉപയോഗിച്ചിട്ട് ശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ പൈപ്പ് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതെല്ലാം ടെക്നോളജി ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കുമ്പോഴാണ് അതിന് ഓട്ടോണോമസ് ഇൻറ്റുബേഷൻ എന്ന് വിളിക്കുക. അതുപോലെ ഓട്ടോണോമസ് ക്രിപ്റ്റോ തൈറോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൈറോയിഡിൻ്റെ അവിടെ നിന്നൊരു ഇപ്പോൾ ഒരാളുടെ എയർ ഒരു രീതിയിലും അയാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല, എയർ പുറത്തേക്ക് അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തൈറോയിഡിൻ്റെ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതുവഴി നമ്മൾ എയർ സക്ക് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. സോ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ടെക്നോളജിയുടെ ഉപയോഗത്തെ കൂടെ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ സിമ്പിളാവുകയാണ് ചെയ്യുക. ഓക്കെ, സോ അടുത്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇത്തരം മെയിൻലി ഇത് ഡാറ്റ എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്തൊരു സംഭവമാണ്. അതായത് ഒരാളുടെ ഡാറ്റ ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ENT സെക്ഷനിൽ നോട്ട് ചെയ്ത ഡാറ്റ അടുത്ത കീമോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാൻ പറ്റും. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് രണ്ടുപേർക്കും ഒരേ ആളുടെ മെഡിക്കൽ റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അപ്പോൾ അങ്ങനെ കൂടുതൽ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മെത്തേഡാണ് അതിന് യൂസ് ചെയ്യുക. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി ഇതിനൊരു എന്താ പറയുക പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഡാറ്റ ആരും മിസ്യൂസ് ചെയ്യാനോ വേറെ മെഡിക്കൽ കമ്പനികളുടെ കയ്യിലെത്തുകയൊന്നും ചെയ്യുകയില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ ഈ ഡിസ്ട്രക്റ്റീവ് ടെക്നോളജിയുടെ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന ഒരു ആശയം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇത് WHO മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. എല്ലാവർക്കും ഹെൽത്ത് കവറേജ് ആക്സസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഒരു ട്രീറ്റ്മെൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്. ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം. ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഷുഡ് റിസീവ് ഹെൽത്ത് കെയർ വിത്തൗട്ട് സഫറിങ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്സ്. ഓക്കെ, പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഓതർ പറയുന്നുണ്ട്. ലോക്കൽ നോളജുകളും ടെക്നോളജിയും കൂടെ ഇൻ്റർമിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലോക്കൽ നോളജ് തന്നെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴിയാണ് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിനെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നത്. സോ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. സോ അടുത്തത് നമുക്കൊരു എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയ ഒരു വാർത്തയാണ്. ആസാം സീക്സ് റീ അലൈൻമെൻറ്റ് ഓഫ് ട്രാക്ക് ത്രൂ വെറ്റ്ലാൻഡ്. ട്രെയിൻ ഹാവ് റൺ ഓവർ സെവറൽ എലിഫൻറ്റ്സ്. അതായത് ഇപ്പോൾ ഈ അടുത്തായിട്ടൊരു റെയിൽവേ ട്രാക്ക് കൊണ്ടുവരുന്നു. സോ ആ ട്രാക്ക് കടന്നു പോകുന്നൊരു വെറ്റ്ലാൻഡിലൂടെയാണ്, ഒരു ബേർഡ് ഏരിയയിലൂടെയാണ്. ഓക്കെ, ഡീപ്പോർ ബീൽ എന്നറിയപ്പെടുന്ന ഒരു ബേർഡ് ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈനഡ് അണ്ടർ റാംസാർ കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡിൻ്റെ ബേസിൽ വരുന്നൊരു ബേർഡ് ഏരിയയും കൂടിയാണ്. ഓക്കെ,
അപ്പോൾ ആ ട്രാക്കുകൾ എടുത്ത് മാറ്റിയിട്ട് അത് വേറെ ട്രാക്ക് കൊണ്ടുവരണം, വേറെ രീതിയിലേക്ക് മാറ്റണം എന്ന റെയിൽവേ സർവീസ് എന്നാണ് ആസാം ഗവൺമെൻറ് പറയുന്നത്, മൃഗങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി. സോ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. കാരണം 2015 പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, വിത്ത് ദ റെഫറൻസ് ഓഫ് ഓർഗനൈസേഷൻ നോൺ ആസ് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്താണെങ്കിൽ നമുക്കത് ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയാസിനെ കുറിച്ചൊരു ഐഡിയ വേണം. സോ എന്താ നോക്കാം. നമുക്കറിയാം ബേർഡ്സ് ആണ് എക്സലൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ എക്കോസിസ്റ്റം ഹെൽത്ത്. നമ്മുടെ എക്കോസിസ്റ്റം വളരെ ഹെൽത്തി ആണോ, അതായത് ചെറിയ പ്രാണികൾ മുതൽ എല്ലാവർക്കും നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലാണോ എക്കോസിസ്റ്റം തിരിച്ചറിയാൻ അവിടുത്തെ കിളികളുടെ റേറ്റ് നോക്കിയാൽ മതി. കൂടുതൽ പക്ഷികൾ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നല്ല ഹെൽത്തി എക്കോസിസ്റ്റം ആണെന്നാണ്. സോ ഈ IBA പ്രോഗ്രാം, ഇൻ്റർനാഷണൽ ബേർഡ് ഏരിയ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവന്നത് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ആണ്. അവരുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ, മോണിറ്റർ ആൻഡ് പ്രൊട്ടക്ട് ഗ്ലോബൽ നെറ്റ്വർക്ക് ഫോർ IBA ഫോർ കൺസർവേഷൻ ഓഫ് വേൾഡ്സ് ബേർഡ് ആൻഡ് അസോസിയേഷൻ ബയോഡൈവേഴ്സിറ്റി. ലോകത്തെ പക്ഷികളെയും അവരായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റിനെയും കൺസേർവ് ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് ആ നെറ്റ്വർക്കിലൂടെ ഏതൊക്കെ ബേർഡ്സാണ് അതിനെ മോണിറ്റർ ചെയ്യാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായകമാകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് IBA എന്നൊരു റീജിയൻ കൊണ്ടുവരുന്നത്. സോ IBA എന്നുള്ള ഒരു റീജിയൻ ആക്ട് ആസ് എ കൺസർവേഷൻ ഏരിയ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സിനെ കൺസർവ് ചെയ്യുന്നൊരു ഏരിയയായി മാറി. അത് ഗ്ലോബൽ ലെവലിലും ഉണ്ട്, റീജിയണൽ ലെവലും ഉണ്ട്, സബ് റീജിയണൽ ലെവലിലും ഉണ്ട്. ഓക്കെ, സോ അടുത്തത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഏരിയനെ IBA ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ മാറണമെങ്കിൽ വേണ്ട സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയാസ്. ഒന്ന്, ഇറ്റ് ഹോൾഡ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് 1 or more ഗ്ലോബലി ത്രെറ്റൻഡ് ബേർഡ് സ്പീഷീസ്. ഗ്ലോബലി ത്രെറ്റൻ ആയിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പീഷീസ്, ഒന്നിനേക്കാളും കൂടുതൽ സ്പീഷീസ് ആ ഏരിയയിൽ വേണം, എന്നാൽ മാത്രമേ IBA പ്രഖ്യാപിക്കുള്ളൂ. 2, be one of the set of site that together hold a suite of restricted range species or a biome restricted species. അതായത് അത്തരം സൈറ്റുകൾ റെസ്ട്രിക്റ്റഡ് റേഞ്ച് സ്പീഷീസിനെ അല്ലെങ്കിൽ ബയോം റെസ്ട്രിക്റ്റഡ് സ്പീഷീസിനെ ക്യാരി ചെയ്യുന്ന സ്ഥലമായിരിക്കണം. ബയോം റെസ്ട്രിക്റ്റഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികൾ ചില പർട്ടിക്കുലർ റീജിയണിൽ മാത്രമേ കാണുള്ളൂ. ആ റീജിയണിൽ അത് ഒരുപാട് എണ്ണമായിട്ടുണ്ടാവും. ഓക്കെ, സോ അത് വേറെ റീജിയണിലൊന്നും അത്രയും കാണാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനത്തെ ആ ഒരു സ്പീഷീസ് ആ റീജിയണിൽ മാത്രമായിട്ട് ഒതുങ്ങി കിടക്കുകയാണ്. സോ അങ്ങനത്തെ സ്പീഷീസ് ഉള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കണം അത്. ഓക്കെ, അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ, ഹാവ് എക്സെപ്ഷണൽ ലാർജ് നമ്പർ ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്, ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന റീജിയണും ആയിരിക്കണം. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പ്രിലിംസ് ക്വസ്റ്റ്യൻ വരാം, എന്നാൽ മാത്രമേ ഇത് IBA ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുള്ളൂ. സോ ഈ IBA റീജിയൻ എന്ന് പറഞ്ഞാൽ അതായത് ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ എന്നുള്ള റീജിയൻ അത് പല റേഞ്ചിലാവാം. അത് വെറ്റ്ലാൻഡുകളാവാം, മഡ് ഫ്ലാറ്റുകളാവാം, മൈക്രോ ഹാബിറ്റാൻസ് ഉള്ള റീജിയൻ ആവാം, ഗ്രാസ് ലാൻഡുകളാവാം, ഷ്രബ് ലാൻഡുകളാവാം. ഓക്കെ, സോ ഏതായാലും അത് ആ റീജിയനെല്ലാം ബയോഡൈവേഴ്സ് റിച്ച് ആയിരിക്കും. സോ ആരാണ് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ? അപ്പോൾ ഈ IBA കൊണ്ടുവരുന്ന ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഗ്ലോബൽ NGO ആണ്. അവരുടെ മെയിൻ ഉദ്ദേശം കൺസേർവ് ബേർഡ്, ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ അത് എത്രത്തോളം നാച്ചുറൽ റിസോഴ്സസ് സസ്റ്റൈനബിളായി നിലനിർത്താൻ കഴിയും എന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കൂട്ടം ആളുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് പീപ്പിൾ. ജനങ്ങളുടെയും നേച്ചറിൻ്റെയും പീപ്പിളിൻ്റെ ഇടയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ ഇനി നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റിലേക്ക് തിരിച്ചു പോകാം. വിത്ത് റെഫറൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ നോൺ ആസ് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇറ്റ് ഈസ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കൺസർവേഷൻ ഓർഗനൈസേഷൻ. അതെ, നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ, കൺസർവേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇതിന്. അടുത്തത് ദ കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഓറിജിനേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓർഗനൈസേഷൻ. അത് തെറ്റാണ്. അതായത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നുള്ള കൺസെപ്റ്റിന് മുന്നേ വന്നതാണ്, ഇതിലത് ഇൻക്ലൂഡഡ് ആയിരുന്നേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ ദ സൈറ്റ്സ് നോൺ ഓർ റെഫേർഡ് ടു ആസ് ഇമ്പോർട്ടൻറ്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ. അതെ, ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പോയിന്റും ശരിയാണ്. സോ 1ഉം 3 ആണ് ശരി ഉത്തരം. അപ്പോൾ ഇതുപോലത്തെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം, എന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ന്യൂസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കും എത്രയും പെട്ടെന്ന്, കഴിഞ്ഞൊരു വർഷത്തെ, എന്നിട്ട് അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. സോ ഡിപ്പോർ ബിയിലാണ് നമ്മുടെ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന പോയിന്റ്. ഡിപ്പോർ ബിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റാംസർ കൺവെൻഷൻ്റെ കീഴിൽ വരുന്നതാണ്. ഡിപ്പോർ ബീർ ഗുവാഹട്ടിക്ക് അടുത്താണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദി അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. സോ നമുക്ക് ഡിപ്പോർ ബീലിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഫ്രഷ് വാട്ടർ ലീക്കാണ് ആൻഡ് ഇറ്റ് ഈസ് എ ഫോമർ ചാനൽ ഓഫ് ബ്രഹ്മപുത്ര റിവർ. പണ്ട് ബ്രഹ്മപുത്ര റിവറിൻ്റെ ഒരു ചാനലും കൂടി ആയിരുന്നു. അപ്പോൾ ഇതിനൊരു വലിയൊരു ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ആസ് ഇറ്റ് ഈസ് ദ ഓൺലി മേജർ സ്റ്റോം വാട്ടർ സ്ട്രോങ് ബേസിൻ ഫോർ ദ സിറ്റി ഓഫ് ഗുവാഹട്ടി.
അപ്പോൾ ഗുവാഹട്ടി സിറ്റിയിലേക്കുള്ള വാട്ടറിൻ്റെ ബേസ് ഇവിടുന്നാണ്. ഓക്കെ, അവിടത്തേക്കുള്ള വെള്ളം മുഴുവൻ ഇവിടുന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മെയിനായിട്ടൊരു മൈഗ്രേറ്ററി സൈറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ IBAയുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു മൈഗ്രേറ്ററി ബേർഡിൻ്റെ സൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദ ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓൺ അക്വാറ്റിക് ബേർഡ് ഇൻ ആസാം, എസ്പെഷ്യലി ഇൻ വിൻ്റർ ടൈമിൽ അവിടെ അക്വാറ്റിക് ബേർഡ്സുകളുടെ പ്രസൻസ് കൂടുതൽ കാണാൻ പറ്റും. അതായത് വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കുന്ന ബേർഡ്സുകൾ. ഗ്ലോബലി ത്രെറ്റൻഡ് ആയിട്ടുള്ള പല ബേർഡ്സുകളെയും ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സ്പോട്ട് ബിൽഡ് പെലിക്കൻ, അതുപോലെ തന്നെ ലെസർ ആൻഡ് ഗ്രേറ്റർ അഡ്ജുഡൻറ്റ് സ്റ്റോർക്ക്, അതുപോലെ ബിയേഴ്സ് പോർച്ചാർഡ്. അപ്പോൾ ഈ പക്ഷികളെല്ലാം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇവിടുത്തെ ത്രെറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഓവർ ഫിഷിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഓവർ ഫിഷിങ്ങും ഹണ്ടിങ്ങും ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ടർ ബേർഡ്സിന് അതൊരു വലിയ ശല്യമായിരിക്കുകയാണ്. പിന്നെ പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും അടുത്തുള്ള റീജിയനിൽ നിന്നുള്ള യൂസ് ഇവിടുത്തെ വെള്ളത്തിനെ മലിനമാക്കുന്നുണ്ട്. പിന്നെ ജലത്തിൽ പായലിൻ്റെ ശല്യം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നമ്മുടെ അറിയാലോ, പായ വെള്ളത്തിലുള്ള ഓക്സിജൻ ലെവലെ കുറയ്ക്കും. അതുപോലെ നമ്മുടെ സിറ്റിയിൽ നിന്നും ഒരു സീവേജ് കനാൽ ഈ നദിയിലേക്ക് കൊണ്ടുവരുന്നൊരു ബിയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രപ്പോസ് ഉണ്ടായിരുന്നു. അതൊരു ഡിസാസ്ട്രസ് ആയൊരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ഡീപ്പോർ ബിയിൽ ഫേസ് ചെയ്യുന്ന ത്രെറ്റും കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി. സോ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ലാസ്റ്റ് ആർട്ടിക്കിളാണ്. സോ വാർത്ത വന്നിരിക്കുന്നത് പേജ് 11 ചൈനീസ് ആസ്ട്രോനോട്ട്സ് ഡോക്ക് വിത്ത് ന്യൂ സ്പേസ് സ്റ്റേഷൻ. സോ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് തിയാൻഹി സ്പേസ് സ്റ്റേഷൻ എന്നാണ്. ഓക്കെ, സോ ചൈനയിൽ ഗോബി ഡെസേർട്ടിൽ നിന്നും ജിഹ്വാങ് ലോങ് സെൻറ്ററിൽ നിന്നൊരു ഷെൻഹുയി 12 സ്പേസ് സ്റ്റേഷൻ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സ്പേസ് ഷിപ്പിൽ 3 ആസ്ട്രോണോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ആസ്ട്രോണോട്ട്സിന് 3 മാസത്തേക്ക് ആ സ്പേസ് സ്റ്റേഷനിൽ പോയി താമസിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ കൺസെപ്റ്റ്, ഷെഡ്യൂൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓഫ് ദ 2 മാൻഡ് സ്പേസ് മിഷൻ പ്ലാൻഡ് ഓൺ 2021 ബൈ ചൈനീസ് അതോറിറ്റി പ്ലാൻ ചെയ്ത മാൻഡ് സ്പേസ് മിഷനിൽ 2 ഇത് ഈ 2. അപ്പോൾ ഈ മാൻഡ് സ്പേസ് മിഷൻ്റെ ഒരു മെയിൻ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ദ ടെക്നോളജി റിലേറ്റഡ് ലോങ് ടേം ആസ്ട്രോനോട്ട് സ്റ്റേ. ഒരുപാട് നാൾ ആസ്ട്രോനോട്ട്സിന് വേണ്ട രീതിയിലുള്ള ടെക്നോളജി കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക. അവരുടെ ഹെൽത്ത് കെയറും കാര്യങ്ങളും, റീസൈക്ലിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കുക. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് സ്പേസ് മെറ്റീരിയൽസ്, എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, ഓപ്പറേഷൻസ്, അതുപോലെ ഇൻ ഓർബിറ്റ് മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ട് മാൻ സ്പേസ് മിഷനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ഇത് ജിക്വാൻ ലോഞ്ച് സെൻറ്ററിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. ഗോബി ഡെസേർട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 2 സ്പേസ് ഷിപ്പിൻ്റെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷെൻസോ 12 സ്പേസ് ഷിപ്പും അത് ഉപയോഗിച്ച് അവിടെ ചെന്നിരിക്കുന്നത് തിയാൻഹെ സ്പേസ് സ്റ്റേഷനിലേക്കാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കാം. സോ ലാസ്റ്റ് ടോപ്പിക്കായ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേയിലേക്ക് നോക്കാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദീപോങ് ബീർ ബീറിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ പെർമനൻറ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ ഫോമർ ചാനൽ ഓഫ് കാവേരി റിവറിൻ്റെ ഫോർമർ ചാനലുള്ള ഒരു പെർമനൻറ്റ് ഫ്രഷ് വാട്ടർ ലേക്കാന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഇറ്റ് ഈസ് ഡിസൈൻഡ് ആസ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വെറ്റ്ലാൻഡ് ആയിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് വെച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. സോ താങ്ക് യു. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.